ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കാനാൻകാരുടെ വിശ്വാസത്തെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ക്രൂരമായി പിശാച് ബാധിച്ച് തൻ്റെ മകളെ സുഖപ്പെടുത്തുവാനായി ഈശോയുടെ അടുക്കൽ ഓടിയെത്തുന്നു അവർ. ഈശോ അവരോട് പറയുന്നു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ഉചിതമല്ല. അപ്പോൾ ആ സ്ത്രീ ഈശോയോട് പറയുന്നുണ്ട്, അതേ കർത്താവേ, നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. എത്ര സ്നേഹപൂർവമായ ശാഠ്യമല്ലേ. അപ്പോൾ ഈശോ അവരോട് പറയുന്നുണ്ട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ സംഭവിക്കട്ടെ എന്ന്. എനിക്ക് തോന്നുന്നു ഇന്ന് ഇവിടെ ഈശോയുണ്ടെങ്കിൽ ഇതേ ഉത്തരം ആവർത്തിക്കാവുന്ന ഒരു വ്യക്തിത്വമാണ് ഇന്ന് എൻ്റെ കൂടെ നേഴ്സസ് ടൈമിലുള്ളത്. ഖത്തർ നേഴ്സസ് മിനിസ്ട്രിയിൽ നിന്നുള്ള അന്റോണിയോ ചേട്ടൻ. താൻ ആയിരിക്കുന്ന ഇടങ്ങളിലെല്ലാം ഈശോയെ മനോഹരമായി പങ്കുവയ്ക്കുന്ന, ഈശോയെക്കുറിച്ച് ഏറ്റുപറയുന്ന, ഈശോയെ ഏകരക്ഷകനായി ഏവരോടും ഏറ്റുപറയുന്ന അന്റോണിയോ ചേട്ടൻ ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അന്റോണിയോ ചേട്ടാ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ചേട്ടാ, ഏറെ സന്തോഷമാണ് ചേട്ടനെ കാണുമ്പോഴൊക്കെ. ചിരിക്കുന്ന ഒരു മുഖം, എപ്പോഴും ചിരിക്കുന്ന ഒരു മുഖം. ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ സ്നേഹത്തെ ഓർത്ത് കരയുന്ന ഒരു വ്യക്തിത്വം. ഈശോയെ പകർന്നു കൊടുക്കുവാൻ, ഈശോ ഏക രക്ഷകനെന്ന് ചുറ്റുമുള്ളവരോടെല്ലാം ഏറ്റുപറയുവാൻ കാണിക്കുന്ന ധൈര്യം, ഇതെല്ലാം പലപ്പോഴും ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്, ഞങ്ങൾക്കൊരു ഊർജം തരാറുണ്ട്. ചേട്ടാ, എങ്ങനെയാണ് ഈശോ ജീവിതത്തിൽ ഏകരക്ഷകനായി മാറിയത്? പ്രൈസ് ദി ലോർഡ്. അലീന, അത് ഞാൻ അനുഭവിച്ച ഈശോയുടെ സാന്നിധ്യം, അത് ഞാൻ UK വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ജോലി അവിടെ നഷ്ടപ്പെടുകയും അങ്ങനെ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു. അവിടെ നാട്ടിൽ തന്നെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യും. അതിനിടയിൽ എനിക്ക് ഖത്തറിലൊരു ഇൻ്റർവ്യൂ വരികയും അങ്ങനെ ഖത്തറിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു. ആ സമയത്ത് ഞാൻ ഇവിടെ നിന്ന് ഉള്ള റിസൾട്ട് അറിയുന്നത് വരെ നാട്ടിൽ നിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ബാംഗ്ലൂർ ഒരു ഹോസ്പിറ്റലിൽ അവിടെ വർക്ക് ചെയ്തു. ആ സമയത്ത് 1.5 വർഷമായിട്ടും ഈ ഇൻ്റർവ്യൂയുടെ ഒരു റിസൾട്ടും വരാതിരുന്ന സമയത്ത് വളരെയധികം സങ്കടപ്പെട്ടു. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് എന്നോട് കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു സഹോദരി എൻ്റെ വന്ന് അന്വേഷിക്കുകയാണ്, എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് 1.5 വർഷം അത് പോയി എന്ന് തോന്നുന്നു, ഇനി അത് കിട്ടില്ല എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പം ആ സഹോദരി എന്നോട് പറയുകയാണ്, എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്, ആ ദൈവത്തെ വിളിച്ചു കഴിഞ്ഞാൽ കാര്യം നടക്കും, ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാവോ എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ ഒരു ഉണ്ണീശോ പള്ളിയുണ്ട് അവിടെ ബാംഗ്ലൂർ. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ പറഞ്ഞാൽ ചെയ്യുമോ? ഞാൻ പറഞ്ഞു, എന്തും ഞാൻ ചെയ്യാം, പക്ഷെ എനിക്ക് എൻ്റെ ജോലി കിട്ടിയാൽ മതി. അങ്ങനെ ആ സഹോദരി എന്നോട് പറയുകയാണ്, 7 വ്യാഴാഴ്ചകളിൽ പോയിട്ട് ആ പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജോലി കിട്ടും. അങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കരാറുണ്ട്, അത് 7 വ്യാഴാഴ്ച എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഞാൻ 7 വ്യാഴാഴ്ച പോവാം, പക്ഷേ 8ാമത്തെ വ്യാഴാഴ്ച പോകാൻ വേണ്ടിയിട്ട് പറയരുത്. കാരണം 7 വ്യാഴാഴ്ചക്കുള്ളിൽ നടന്നാൽ ഞാൻ വിശ്വസിക്കും നിങ്ങളുടെ ദൈവം ജീവനുള്ള ദൈവമാണ്, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കത്തില്ല, ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ദൈവമുണ്ട്. അപ്പം അങ്ങനെ ആ സഹോദരി പറഞ്ഞതനുസരിച്ച് ഞാൻ ആ ഉണ്ണീശോ പള്ളിയിൽ പോകാൻ തുടങ്ങി. ഉണ്ണീശോ പള്ളിയിൽ പോകാൻ തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രതീക്ഷയായിരുന്നു. വലിയ വിശ്വാസത്തോടെ ആ പള്ളിയിൽ കയറുമ്പോഴും ഞാൻ
ചെരുപ്പൊക്കെ പുറത്തഴിച്ചു വെച്ച് അത്രയും വിശ്വാസത്തോടെയാണ് ഞാനത് അത്രയും പവിത്രമായ ഒരു സ്ഥലമായിട്ട് കണ്ട് പള്ളിയിൽ. അപ്പം പുറത്ത് ആൾക്കാർ പറയും ചെരുപ്പ് അഴിച്ചു വെക്കേണ്ട, അപ്പം ഞാൻ എന്നാലും ചെരുപ്പൊക്കെ അഴിച്ചു വെച്ച് ഭക്തിയോടെയാണ് കയറിയിരുന്നത്. അപ്പം ഈ 7 വ്യാഴാഴ്ച എന്ന് പറഞ്ഞെങ്കിലും ഞാൻ എല്ലാ ദിവസവും കയറുമായിരുന്നു. അങ്ങോട്ട് പോകുമ്പോഴും ഡ്യൂട്ടിക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും കയറും. അപ്പം എനിക്ക് വലിയൊരു പ്രതീക്ഷയായിരുന്നു, എനിക്ക് ഈശോ ഈ ഒരു ജോലി എനിക്ക് തരും. അങ്ങനെ ആ ഒരു വിശ്വാസത്തിൽ ഞാനിങ്ങനെ മുന്നോട്ട് പോയി. അതെ, എനിക്കറിയാം. ഞാൻ ചേട്ടൻ്റെ പഴയ എപ്പിസോഡുകൾ കണ്ടവർക്ക് മനസ്സിലാവും, ചേട്ടൻ ഒരു ഹൈന്ദവ ആചാരത്തിൽ ജീവിച്ച് വർഷങ്ങളിൽ ജീവിച്ച് ഈശോയുടെ ഇതിലേക്ക് കടന്നു വന്നൊരു വ്യക്തിയാണെന്ന്. അപ്പോൾ ആ സമയത്ത് ഈശോയെക്കുറിച്ച് കേട്ടപ്പം ഈ പള്ളിയിൽ വന്നിട്ട് ഈശോയുടെ അടുത്ത് വന്നിട്ട് എന്താണ് ഈശോയോട് പ്രാർത്ഥിച്ചത്? ഈശോയെക്കുറിച്ച് അറിയാത്ത ഒരു വ്യക്തി, കേട്ട മാത്രം ഒരു വ്യക്തി, എന്താ ഈശോയോട് പ്രാർത്ഥിച്ചത്? ഈശോയോട് ആ സമയത്ത് പ്രാർത്ഥിച്ചത് എൻ്റെ ജോലി മാത്രമാണ്. ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ അവിടെ പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും വരുമ്പോൾ അവിടെ ഈ ഒരു ജോലിയുടെ കാര്യത്തിൽ ഇടപെടണേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് 7ാമത്തെ വ്യാഴാഴ്ചയായി, പക്ഷേ ഒന്നും നടന്നില്ല. അതുവരെ ഉണ്ടായിരുന്ന വിശ്വാസം അവിടെ നഷ്ടപ്പെടുകയാണ്. ഒന്നും നടക്കാത്തതുകൊണ്ട് ഞാൻ അന്ന് വീണ്ടും കയറി മുട്ടുകുത്തി ഞാൻ പറഞ്ഞു, കർത്താവെ ഞാൻ നിർത്തുകയാണ്, ഞാൻ പറഞ്ഞ 7 ആഴ്ചയായി ഞാൻ കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ പോവുകയാണ്, ഇനി വരില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പള്ളിയുടെ പുറത്ത് സങ്കടത്തോടെ പോവുകയാണ്. അങ്ങനെ പള്ളിയുടെ ഒരു 100 മീറ്റർ അകലെയായിട്ടാണ് റോഡ്. ആ റോഡിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു ലേഡി വന്ന് എന്നെ ഇങ്ങനെ വിളിക്കുകയാണ്. വാട്ട് ഹാപ്പൻ സൺ എന്ന് പറഞ്ഞിട്ട് ഒരു ലേഡി വന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എൻ്റെ സങ്കടം മുഴുവൻ ഞാൻ ആ ലേഡിയോട് പറയുകയാണ്. അതായത് എല്ലാ മതങ്ങളും മനുഷ്യരെ പറ്റിക്കുകയാണ്. ഒരു ദൈവവും ഇല്ല, ജീവിക്കുന്ന ദൈവം ഇല്ല. എല്ലാ മതങ്ങളും മനുഷ്യരെ ദൈവത്തിന്റെ പേര് പറഞ്ഞ് പറ്റിക്കുകയാണ്. ഇനി ഞാൻ ഒരു മതത്തിലും വിശ്വസിക്കുന്നില്ല, ഒന്നിലും വിശ്വസിക്കുന്നില്ല, ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് പോവാ. അപ്പോൾ ആ സമയത്ത് ആ ലേഡി എൻ്റെ അടുത്ത് പറയാം, കം ബാക്ക് സൺ എന്ന് പറഞ്ഞിട്ട് എന്നെയും കൊണ്ട് അവർ തിരിച്ച് വീണ്ടും പള്ളിയിലേക്ക് കയറി. പള്ളിയിൽ ഒരു ഇൻ്റർസെഷൻ നടക്കുന്ന ഒരു മുറിയുണ്ട്. അവിടെ എന്നെ ഉള്ളിൽ അവിടെ കൊണ്ടുവന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, യു ഗോ ഇൻസൈഡ്, ദർ ഇസ് എ ബ്രദർ സിറ്റിംഗ് ദർ, ഹി വിൽ പ്രേ ഫോർ യു, യു വിൽ ഗെറ്റ് യുവർ ജോബ്. അങ്ങനെ കൃത്യമായിട്ട് എനിക്ക് ഉത്തരം തന്നു. അപ്പം ഞാൻ അകത്ത് കയറി. ബ്രദർ ചോദിച്ചു എന്താ വന്നത്? ഞാൻ പറഞ്ഞു എന്നെ ഒരു ലേഡി കൊണ്ടുവന്നതാണ്. അവർ പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജോലി കിട്ടും. ഇരിക്കാൻ പറഞ്ഞു. പുള്ളി എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. തിരിച്ചിറങ്ങിയപ്പോഴേക്ക് ആ ലേഡിയെ കാണാനില്ല. ആ ലേഡി ഇതിനു മുമ്പ് ചേട്ടൻ കണ്ടിട്ടേ ഇല്ല. അങ്ങനെ ഞാൻ അവിടെ നോക്കിയപ്പോൾ അവിടെ അങ്ങനെ ഒരു ലേഡി ആരുമില്ല. അത് വർഷങ്ങൾക്ക് ശേഷം അത് ഒരു ബ്രദറിലൂടെ ഒരു മെസ്സേജ് കിട്ടുകയാണ്. ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞപ്പോൾ ബ്രദറിലൂടെ ഒരു മെസ്സേജ് കിട്ടുകയാണ്. സ്വർഗത്തിൽ വലിയ അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവരുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. മോനെ അത് പരിശുദ്ധ അമ്മയായിരുന്നു വന്ന് വിളിച്ചതെന്നുള്ള ആ ഒരു വലിയ സന്തോഷമായിരുന്നു. അതിനുശേഷം ദിവസങ്ങൾക്ക് ഒരു 3-4 ദിവസങ്ങൾക്കുള്ളിൽ എനിക്ക് ഖത്തറിൽ നിന്ന് ഓഫർ ലെറ്റർ വരികയാണ്. അപ്പോൾ ഞാൻ അത് മനസ്സിലാക്കി, എന്നെ വിളിച്ചത് ദൈവം, ജീവിക്കുന്ന ദൈവമാണെന്ന് എൻ്റെ മനസ്സിൽ ശക്തമായിട്ടുള്ളൊരു ബോധ്യം ലഭിച്ചു. അങ്ങനെ ഞാൻ വീണ്ടും തിരിച്ച് ആ പള്ളിയിലേക്ക് ചെന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ബ്രദറിൻ്റെ അടുത്ത് പോയി. ഞാൻ പറഞ്ഞിങ്ങനെ, ബ്രദർ പ്രാർത്ഥിച്ച കാര്യം നടന്നു, ജോലി ശരിയായി, ഇനി ഒന്നും കൂടെ പ്രാർത്ഥിക്കണം, എക്സാം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, അതും കൂടെ പ്രാർത്ഥിക്കും. അങ്ങനെ ബ്രദർ എനിക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിച്ചു. എക്സാം എഴുതി, അതും നല്ല മാർക്കോടെ എനിക്ക് കിട്ടി. അങ്ങനെ ആ ഒരു സംഭവത്തിന് ശേഷം ഞാൻ തിരിച്ച് അങ്ങനെ ഖത്തറിലേക്ക് കയറി വരുന്നതിന് 2 ദിവസം മുന്നെയാണ് ഞാൻ അറിയുന്നത്, ഞാൻ സൈൻ ചെയ്ത കോൺട്രാക്റ്റ് ലോക്കലാണ്. അപ്പം എനിക്ക് അക്കോമഡേഷൻ ഇല്ല, ഫ്ലൈറ്റ് ടിക്കറ്റ് ഇല്ല, ഒന്നുമില്ല. അപ്പം പെട്ടെന്ന് താമസിക്കാൻ ഇടമില്ല. അങ്ങനെ അന്വേഷിച്ചപ്പോൾ എൻ്റെ നാട്ടിലുള്ള ഒരാൾ എനിക്ക് ഒരു റൂം അറേഞ്ച് ചെയ്ത് തന്നു. ഒരു ബെഡില്ല, ഒരു സോഫ സെറ്റിയുണ്ട്, തൽക്കാലത്തേക്ക് നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ സോഫ സെറ്റിയിൽ 2 ദിവസം ഇങ്ങനെ കിടന്ന് ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്ന ഒരു സഹോദരൻ, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സഹോദരൻ എന്നെ കണ്ടിട്ട് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ പാലക്കാടുകാരൻ, ഞാൻ കോഴിക്കോട്, എന്നെ നിങ്ങൾ കാണാൻ വഴിയില്ല. അപ്പം പറഞ്ഞല്ല, ഞാൻ എവിടെയോ കണ്ടു. അപ്പം അപ്പോഴാണ് പുള്ളി പറയുന്നത്, വർഷങ്ങൾക്ക് മുമ്പ് 14 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഡൽഹിയിൽ നിങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർക്കുകയാണ്, അതൊരു ഇൻ്റർവ്യൂവിന് ഞാൻ അവിടെ ഡൽഹിയിൽ പോയ സമയത്ത് ഞങ്ങൾ താജ്മഹലൊക്കെ കറങ്ങി കാണാനൊക്കെ ഈ ബ്രദറിൻ്റെ കൂടെയാണ് പോയത്. ഈശോ ഒരുക്കിയ വഴികളാണ്. ആ മകനും ഈശോയെ സ്വീകരിച്ച വ്യക്തിയാണ്. അതായത് ഹൈന്ദവനായിട്ട് ജനിച്ചു, പക്ഷേ ഈശോയെ രക്ഷകനായിട്ട് അംഗീകരിച്ച ഒരു വ്യക്തി. ആ മകന് എന്നെ കണ്ട് മനസ്സിലായപ്പോൾ ഞാൻ എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സോഫ കിട്ടിയിട്ടുണ്ട്. അപ്പം എന്നെയും കൊണ്ട് പുള്ളി
പുള്ളിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ എന്നോട് പറഞ്ഞു നിങ്ങളെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു, അതുകൊണ്ട് ഞാൻ നിങ്ങളെ കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ എത്തി. അപ്പം ഞാൻ ഈശോ അറിഞ്ഞ കാര്യമൊന്നും പുള്ളിക്കറിയില്ല. അപ്പം പുള്ളി അത് കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച ആയപ്പം പുള്ളി രാവിലെ എഴുന്നേറ്റ് ഡ്രസ്സ് ചെയ്ത് പോവുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു എവിടെയാണ് പോകുന്നത്? അപ്പം പറഞ്ഞു ഞാൻ പള്ളി. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ ഹിന്ദു അല്ലേ, നിങ്ങളെന്താ? അപ്പം പറഞ്ഞു ഞാൻ ഹിന്ദു ആണെങ്കിൽ ഞാൻ ഈശോ അറിഞ്ഞ വ്യക്തിയാണ്, ഞാൻ ഈശോയുടെ അടുത്താണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു എന്നെയും കൊണ്ടുവന്നത് കർത്താവാണ്, ഈശോയെ എന്നെയും കൊണ്ടുവന്നത്, അപ്പം ഞാനും വരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ പള്ളിയിലേക്ക് പുള്ളിയുടെ കൂടെ പോകുന്നതും. അപ്പം പുള്ളി ആ സമയത്ത് എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ ദൈവങ്ങളോട് അടുത്ത് പ്രാർത്ഥിക്കും, അവസാനം ഈശോയോട് പ്രാർത്ഥിക്കുന്നു. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം ഈ സഹോദരൻ എൻ്റെ അടുത്ത് പറഞ്ഞു തരികയാണ് അങ്ങനെയല്ല, ഈശോ മാത്രമാണ് രക്ഷകൻ, ഏക കർത്താവ് ഈശോയാണ്. അപ്പം റോമ 10:9 വചനമുണ്ട്, നീ യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അപ്പം നീ യേശുവിനെ രക്ഷകനായിട്ട് ഏറ്റുപറയണം. അപ്പം അത് എനിക്ക് ആ ഒരു ഇതായിട്ടില്ല. അപ്പം പുള്ളി എനിക്ക് ഒരു ബൈബിള് തന്നു, ഒരു ചെറിയ ബൈബിള്, പുതിയ നിയമം മാത്രമുള്ള ബൈബിൾ. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു 1 മണിക്കൂർ വെച്ചിട്ട് വായിക്കണം. അപ്പോൾ ഞാൻ സമ്മതിച്ചു. ഞാൻ അന്ന് തൊട്ടിട്ട് ഇരുന്ന് വായിക്കുകയാണ്, ഉറക്കെ വായിക്കും, 1 മണിക്കൂർ ഇരുന്ന് ഉറക്കെ വായിക്കും. അങ്ങനെ ഒരു 5-6 അപ്പോൾ എല്ലാ ആഴ്ചയും പള്ളിയിൽ പോകുമ്പോൾ ചോദിക്കും, ബ്രദർ ചോദിക്കും ഈശോയെ ഏകനാഥനായിട്ട് അംഗീകരിച്ചോ? അപ്പം ഞാൻ പറയും ആയിട്ടില്ല. അങ്ങനെ ഒരു 5-6 അനുസരിച്ചിട്ട് ബൈബിൾ ഇങ്ങനെ വായിക്കുന്നു. അത് അങ്ങനെ ഒരു കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഇത് വായിച്ചു തീർന്നപ്പോഴേക്കും ദൈവം തന്നെ എനിക്ക് ഉള്ളിൽ ഒരു വിശ്വാസം തരികയാണ്, ഈശോയാണ് രക്ഷകൻ, വേറൊന്നിലും രക്ഷയില്ല എന്നുള്ള ഒരു വലിയൊരു വിശ്വാസം ആ ബൈബിളിലെ വചനങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ഏകദേശം 43:11 വചനം പറയുന്നുണ്ട്, ഞാൻ തന്നെയാണ് കർത്താവ്, ഞാനല്ലാതെ മറ്റൊരു രക്ഷകനില്ല. പുതിയ നിയമത്തിലേക്ക് വരുമ്പം വചനം കൃത്യമായിട്ട് പറയുന്നത് അപ്പസ്തോല പ്രവർത്തനം 4:11-12 വചനം പറയുന്നുണ്ട്, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. വളരെ മനോഹരമായൊരു ജേണി ആയിട്ട് തോന്നുന്നു. ഈശോ തെരഞ്ഞെടുക്കണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പല വ്യക്തികളിലൂടെ, പല അനുഭവങ്ങളിലൂടെ, പല സന്ദർഭങ്ങളിലൂടെ ഈശോ നമ്മളെ സ്വന്തമാക്കുന്ന വളരെ മനോഹരമായൊരു യാത്രയാണ് അന്റോണി ചേട്ടനിൽ നിന്ന് ഞങ്ങളിപ്പോൾ കേട്ടത്. അതെ, അതിനുശേഷം അദ്ദേഹം എൻ്റെ അടുത്ത് പറയുകയാണ്, നിങ്ങൾ ഈശോയെ ഏകനാഥനായിട്ട് അംഗീകരിച്ച് ഏറ്റു പറഞ്ഞാൽ നിന്റെ ഈ കോൺട്രാക്റ്റ് ഈ ലോക്കലിൽ നിന്ന് ഓവർസീസ് ആവും. അപ്പം ഞാൻ അന്വേഷിച്ചപ്പോഴേക്ക് അവിടെയുള്ള 25 വർഷമായിട്ട് ഇരിക്കുന്ന സിസ്റ്റേഴ്സിനൊന്നും അവരതെല്ലാം ഇപ്പോഴും ലോക്കൽ തന്നെയാണ്, ഒരിക്കൽ ലോക്കലിൽ കയറിക്കഴിഞ്ഞാൽ അത് മാറില്ല. അപ്പം ഈ ബ്രദറിൻ്റെ വിശ്വാസമാണ്, ഞാൻ ഈശോയെ എന്ന് ഏകനാഥനായിട്ട് അംഗീകരിക്കുന്നോ അന്ന് എൻ്റെ കോൺട്രാക്റ്റ് ഓവർസീസായിട്ട് മാറും. അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ്. അപ്പം അത് കഴിഞ്ഞ് കുറേ ഇതിന് ശേഷം ഞാൻ ഈശോയെ ഏറ്റു പറഞ്ഞു. ഞാൻ അന്ന് ബ്രദറിനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഈശോയെ ഏകനാഥനായിട്ട് അംഗീകരിക്കുന്നു, ഏറ്റു പറയുന്നു, വിശ്വസിക്കുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇനി നിൻ്റെ കോൺട്രാക്റ്റ് ഓവർസീസ് ആവും. അപ്പം എല്ലാ ആഴ്ച അത് കഴിഞ്ഞിട്ട് ഓരോ ആഴ്ച കഴിയുമ്പോൾ ബ്രദർ ചോദിക്കുന്നു, നിൻ്റെ കോൺട്രാക്റ്റ് എന്തെങ്കിലും വിവരം വന്നോ? അപ്പം ഞാൻ പറഞ്ഞു, ഇനിയിപ്പം എൻ്റെ കോൺട്രാക്റ്റ് ഓവർസീസ് ആയില്ലെങ്കിലും ഞാൻ എൻ്റെ ഈശോയിൽ വിശ്വസിക്കുന്നു. അത് പറഞ്ഞു കഴിഞ്ഞപ്പം ഒരു അത്ഭുതം അവിടെ നടക്കുകയാണ്. എന്നെ HR എന്ന് എനിക്കൊരു കോള് വരികയാണ്. അവർ പറഞ്ഞു ഒന്ന് വരാൻ പറഞ്ഞു. ഞാൻ HR പോയി. അവിടെ ചെന്നപ്പോൾ അവരെനിക്കൊരു പേപ്പർ എടുത്ത് തന്നിട്ട് പറഞ്ഞു, യുവർ കോൺട്രാക്ട് ചേഞ്ച് ടു ഓവർസീസ്. ഇതെങ്ങനെ സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, സൈൻ ചെയ്തോളം പറഞ്ഞു. ഞാൻ സൈൻ ചെയ്തു. ദൈവത്തിന് മഹത്വം. കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. അങ്ങാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം. ജനതകളുടെ ഇടയിൽ ശക്തി വെളിപ്പെടുത്തതും അങ്ങ് തന്നെ. ആന്റണി ചേട്ടാ, ഈ ഈശോയെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, ഈശോ ഏകരക്ഷകനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞു, ഈശോയെ അനുഭവിച്ചു കഴിഞ്ഞു, അതിന് ശേഷം ഈശോയുമായിട്ടുള്ള വന്ന കണക്ഷൻ എങ്ങനെയായിരുന്നു? ആദ്യമേ ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞു ജോലി കിട്ടാനാണ് ഈശോയെ കണ്ടത്. പിന്നെ ഈശോ ആരാണെന്നറിയാൻ വേണ്ടി സുഹൃത്ത് പറഞ്ഞിട്ട് വചനം വായിച്ചു. അതിൽ നിന്ന് ഈശോ ഏകരക്ഷകനാണെന്ന ബോധ്യം തന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഈശോയുമായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയാണ്? അതിനുശേഷം കൂടുതൽ പ്രാർത്ഥന, ബൈബിള് വായിക്കാൻ തുടങ്ങി, ജപമാല പ്രാർത്ഥന പഠിച്ചു, ജപമാല എല്ലാം തുടങ്ങി, കർണക്കൊന്ത, അങ്ങനെ എല്ലാം അത് കൂടുതൽ പഠിച്ചു. ഓരോ കാര്യങ്ങളിലും ഇങ്ങനെ പഠിച്ച് അങ്ങനെ കുടുംബത്തോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കാനും അങ്ങനെ ഈശോയിലേക്ക് കൂടുതൽ വളരാനും ഒക്കെ ദൈവം സഹായിച്ചു. ഈശോയോടും സഭയോടൊക്കെ ചേർന്ന് നിൽക്കാനൊക്കെ ദൈവം സഹായിച്ചു. ഇല്ല, അതിനപ്പുറത്തേക്ക് എനിക്കറിയേണ്ടത്, ഇപ്പം ചിലരെ സംബന്ധിച്ച് ഈശോ സംസാരിക്കുന്നത് പേഴ്സണൽ പ്രെയറിലൂടെയാണ്.
ഞാൻ ചേട്ടനെ കാണുമ്പോഴെല്ലാം എനിക്കറിയാം ഈശോയുമായിട്ടൊരു അടുത്ത ബന്ധം ചേട്ടനുണ്ട്. അല്ലെങ്കിൽ ഇത്ര മനോഹരമായി ചിരിക്കാൻ, ഇത്ര മനോഹരമായി ഈശോയെക്കുറിച്ച് പറയാൻ, എപ്പോഴും ഈശോയെക്കുറിച്ച് ചിന്തിക്കാൻ ഒരു വ്യക്തിക്കാവില്ല. ആ ഒരു കണക്ഷൻ വരുന്നത് എവിടെയാണ്? പേഴ്സണൽ പ്രെയറിലാണോ, ജപമാലയിലൂടെ, പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിലൂടെ അടുക്കുമ്പോഴാണോ, വിശുദ്ധ കുർബാനയിലാണോ? എന്നെ കൂടുതലായിട്ട് ആകർഷിച്ചത് വിശുദ്ധ കുർബാനയാണ്. ആ കുർബാനയിൽ നിന്ന് ഒരു പ്രത്യേക ശക്തിയാണ്. അവിടെ നിന്ന് ആ ഒരു കുർബാനയിൽ നിന്നുള്ള ശക്തി സ്വീകരിച്ചിട്ടാണ് എല്ലാ ദിവസവും ജോലിക്ക് പോകുമ്പോൾ ആ കുർബാനയിൽ പങ്കെടുത്ത് എന്നിട്ടാണ് ജോലിക്ക് പോകുന്നത്. അതൊരു പ്രത്യേക ഒരു ദിവസം പോയില്ലെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യും. അത് ആ ഈശോയിൽ നിന്ന് ഈശോയെ സ്വീകരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ശക്തി, ആ കുർബാനയിലാണ് ഈശോ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഓരോ തോട്ട്സ് ആയിട്ട് നമുക്ക് തരുന്നത്. ഈശോ ഓരോ ദിവസത്തേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ തരുന്നത് കുർബാനയിൽ നിന്നാണ്. കുർബാന അർപ്പിക്കുമ്പോഴാണ് ഈശോയുമായി കൂടുതൽ സംസാരിക്കുന്നത്. ഈശോ ഈ ജീവിക്കുന്ന ഈശോയെ കണ്ടുമുട്ടിയ ലൈഫ് ഈവൻറ്റ്സ് ഒന്ന് ഷെയർ ചെയ്യാവോ? ഒരുപാട് തവണ ഈശോ ജീവിക്കുന്ന ദൈവമാണെന്ന് എൻ്റെ ജീവിതത്തിൽ ഈശോ എനിക്ക് വെളിപ്പെടുത്തി തന്നു. എൻ്റെ ജീവിത പങ്കാളി ഞാൻ ഈ ഒരു അനുഭവം ഉണ്ടായപ്പം ഞാൻ ജീവിത പങ്കാളിയോട് പറയുകയാണ്, ഇങ്ങനെ ഒരു ദൈവമുണ്ട്, ജീവിക്കുന്ന ദൈവമാണ്. അപ്പം ജീവിത പങ്കാളി എന്നോട് പറയുകയാണ്, നിങ്ങൾക്കൊരു അനുഭവം ഉള്ളത് കൊണ്ട് നിങ്ങൾ വിശ്വസിച്ചു, പക്ഷേ ഞാൻ വിശ്വസിക്കണമെങ്കിൽ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണണം. ആ ഒരു അത് അങ്ങനെ ഒരു ഷാഢ്യം. അത് ഇപ്പം ഞാനിങ്ങനെ ഈശോയോട് പറഞ്ഞു, കർത്താവേ ഇത് എങ്ങനെ സംഭവിക്കും? അപ്പം ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, എങ്ങനെയെങ്കിലും ഒന്ന് വൈഫിന് കാണിച്ചു കൊടുക്കണേ. അങ്ങനെ ഞങ്ങൾ ഒരു ധ്യാന കേന്ദ്രത്തിൽ ഞങ്ങൾ റിട്രീറ്റിന് പോവുകയാണ്. അവിടത്തെ കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുപോകുമ്പോഴും ചേട്ടന്റെ ഉള്ളിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ഈശോ വരും, ഈശോ കാണിക്കും, വിശ്വാസത്തോടെയാണ് കൊണ്ടുപോയത്. അപ്പം അവിടെ റിട്രീറ്റ് സെന്ററിൽ എത്തിയപ്പം കൗൺസിലർ ഫസ്റ്റ് പറയുന്നത് ഇതാണ്, ഒറ്റ മെസ്സേജേ ഉള്ളൂ, നിങ്ങൾ ഇന്ന് ഈശോയെ കാണും. പ്രൈസ് ദി ലോർഡ്. അപ്പം വൈഫ് ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കുകയാണ്, ഈശോ എവിടെയാണ്. അങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം ആയപ്പം അഡോറേഷൻ്റെ ടൈമിൽ ദിവ്യകാരുണ്യം ഇങ്ങനെ ഇത് വെച്ചിട്ട് അങ്ങനെ അഡോറേഷൻ നടക്കാം, എല്ലാം ലൈറ്റെല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ സമയത്ത് വൈദികൻ ഇങ്ങനെ വിളിച്ച് പറയുകയാണ്, ഇങ്ങനെ എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് വൈഫ് ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പിറകുന്ന ഒരു ശക്തമായ ലൈറ്റ് ഇങ്ങനെ വരുന്നതായിട്ട് ഫീൽ ചെയ്യുകയാണ്. നമ്മൾ ഇരുട്ടത്ത് ഒരു വാഹനമൊക്കെ വന്ന് നിർത്തിക്കഴിഞ്ഞാൽ അത്ര പവറിലൊരു ലൈറ്റ് വരുന്നു. അപ്പം വൈഫ് ഒന്ന് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പം ഈശോ നിൽക്കുന്നതായിട്ട് കണ്ടു. പ്രൈസ് ദി ലോർഡ്. അത് കണ്ടാലേ വിശ്വസിക്കൂ എന്ന് പറഞ്ഞെങ്കിലും കണ്ടതോടുകൂടി വൈഫ് പേടിച്ചു പോയി. കാരണം അത്ര പ്രകാശത്തോടു കൂടി നിൽക്കുകയാണ് ഈശോ. അപ്പം പിന്നെ വൈഫിന് തന്നെ തോന്നുകയാണ്, ഇത് എനിക്ക് തോന്നിയതാണോ, അതായത് ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ, ഒറിജിനലായിട്ട് വരുമോ, അപ്പം എനിക്ക് തോന്നലാണോ. അപ്പം വീണ്ടും കണ്ണടച്ച്, പക്ഷേ ഈ ലൈറ്റ് പോകുന്നില്ല. അപ്പം ഒരു പ്രാവശ്യം കൂടി വൈഫ് ഇങ്ങനെ ഇതുപോലെ തിരിഞ്ഞു നോക്കി, അപ്പം ഈശോ അവിടെ തന്നെയുണ്ട്. അപ്പം കണ്ടത് തോന്നലല്ല, ഒറിജിനലാണെന്നുള്ള ഒരു ഇത് വൈഫിന് കിട്ടി. പിന്നെ വൈഫ് കണ്ണു തുറന്നില്ല, കുറച്ച് കഴിയുമ്പോഴേക്ക് ഇതൊക്കെ പോയി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഈശോയെ കണ്ട് എൻ്റെ വൈഫ് ഈശോയിലേക്ക് വന്നു. മനോഹരമായിരിക്കുന്നു. എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ഈശോ വിശുദ്ധ തോമാസ് ശ്ലീഹായ്ക്ക് ആ സ്നേഹ ശാഠ്യം കണ്ടിട്ട് വന്ന് കൈകളിൽ തൊടു എന്ന് പറഞ്ഞ ആ ഒരു ഭാഗമാണ്. നമ്മുടെ ഈശോ അത്ര സ്നേഹമാണ്. നമ്മൾ സ്നേഹത്തോടെ ചോദിക്കുന്നിടത്ത് തന്നെ വെളിപ്പെടുത്താൻ, തന്നെ പകർന്നു കൊടുക്കാൻ ഈശോ കാണിക്കുന്ന മക്കളോടുള്ള സ്നേഹം അത് അനുഭവിക്കുന്നവർക്ക് അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു ഈ നിമിഷം. അതുപോലെ തന്നെ ജീവിത പങ്കാളിക്ക് മറ്റൊരു അനുഭവം ഉണ്ടായത്, ഈ പ്രഗ്നൻസിയുടെ ടൈമിൽ BP ഭയങ്കരമായിട്ട് കൂടി. ആ സമയത്ത് ഞാൻ വൈഫിനോടൊരു വചനം പറയാണ്, സങ്കീർത്തനം 77:14, അങ്ങാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം, ജനതകളുടെ ഇടയിൽ ശക്തി വെളിപ്പെടുത്തിയതും അങ്ങ് തന്നെ. ആ ഒരു വചനം ഞാൻ വൈഫിന് കൊടുത്തിട്ട് ഞാൻ പറയാണ്, അത് വെച്ച് പ്രാർത്ഥിച്ചോ, BP നോർമലാവും. അത് പറഞ്ഞിട്ട് വൈഫ് അത് ഏറ്റെടുത്ത് അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ അടുത്ത തവണ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്യാൻ പോയപ്പോഴേക്ക് BP നോർമലായി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഓരോ അനുഭവങ്ങളിലൂടെ ഈശോ ജീവിക്കുന്ന ദൈവമാണെന്ന് ഞങ്ങൾക്ക് ദൈവം വെളിപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. വെളിപ്പെടുത്തി. അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ കാര്യത്തിൽ, അമ്മയ്ക്ക് വീണിട്ട് ഷോൾഡർ പ്രശ്നം ഉണ്ടായിരുന്നു, കൈ ഇങ്ങനെ മേലോട്ട് പൊക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സമയത്ത് ഞാൻ അമ്മയ്ക്കൊരു ഓഫർ കൊടുക്കുകയാണ്, അമ്മ ഞങ്ങൾ കൂടെ റിട്രീറ്റിന് വരുന്നോ,
വന്നു കഴിഞ്ഞാൽ ഈശോ സുഖപ്പെടുത്തും, എൻ്റെ ഈശോ ജീവിക്കുന്ന ദൈവമാണ്. അത് ഞാനിങ്ങനെ അമ്മയോട് പറയാണ്. അപ്പം അമ്മ പറഞ്ഞു, അങ്ങനെ സർജറി വേണമെന്ന് പറഞ്ഞ കൈയാണ്, അങ്ങനെ അതെങ്ങനെ മാറും, എന്തായാലും ഞാൻ വരാം, എനിക്കൊന്ന് കാണണം, അവിടെ എന്താ നടക്കുന്നതെന്നൊക്കെ കാണണം എന്ന് പറഞ്ഞിട്ട് അമ്മ ഞങ്ങളുടെ കൂടെ റിട്രീറ്റിന് വന്നു. അങ്ങനെ റിട്രീറ്റിൽ എൻ്റെ പ്രാർത്ഥന, ഈശോയെ ഈ ഒരു സമയം അമ്മ വന്നിരിക്കുകയാണ്, അപ്പോൾ ഇതിൽ അത്ഭുതം പ്രവർത്തിച്ചില്ലെങ്കിൽ അമ്മ ഒരിക്കലും ഈശോ വിശ്വസിക്കില്ല, അതുകൊണ്ട് ഈശോ ഇതിലിടപെട്ടേ പറ്റൂ. അങ്ങനെ ഞാൻ ഈശോയോട് പറഞ്ഞ് പ്രാർത്ഥിക്കുക, നിർബന്ധം പിടിച്ച് പ്രാർത്ഥിക്കുക, ഇത് ഈശോ അപ്പം പെട്ടെന്ന് എനിക്കിങ്ങനെ ഒരു തോന്നൽ വരികയാണ് ബൈബിൾ തുറക്കാൻ. അങ്ങനെ ബൈബിൾ ഞാൻ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയ വചനം ഇതാണ്: അവരുടെ ഹൃദയകാഠിന്യ നിമിത്തം എനിക്കവിടെ അധികമൊന്നും പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു വചനമാണ് എനിക്ക് കിട്ടിയത്. അപ്പം എനിക്ക് മനസ്സിലായി ഈശോ സുഖപ്പെടുത്തില്ല. അങ്ങനെയാണ് ആ വചനത്തിലൂടെ വന്നത്. അപ്പം ഞാൻ ഈശോയോട് പറഞ്ഞു, അങ്ങനെ പറയരുത്, എൻ്റെ അമ്മ ഹൃദയം കഠിനപ്പെടുത്തിയത് അമ്മയ്ക്ക് അറിയാത്തത് കൊണ്ടാണ്. പക്ഷേ ഈശോ ലോകത്തിൻ്റെ മുഴുവനും രക്ഷകനാണ്. ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച ഈശോയ്ക്ക് എൻ്റെ അമ്മ ഹൃദയം കഠിനപ്പെടുത്തിയാലും മാറ്റാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, അതുകൊണ്ട് ഈശോ സുഖപ്പെടുത്തിയേ പറ്റുള്ളൂ. ഞാൻ അങ്ങനെ മനോഹരമായിട്ടാണല്ലേ ഈശോയോട് സംസാരിക്കുന്നത്, ഈശോയോട് പറയുന്നു എനിക്കത് വേണം, അങ്ങനെ പറയരുത്. ശരിക്കും ഈശോയുമായിട്ട് നമ്മൾക്ക് വരേണ്ട ഒരു ബന്ധമാണ് ആന്റോണി ചേട്ടനിലൂടെ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ വാശി പിടിച്ച് പറഞ്ഞപ്പം പെട്ടെന്ന് എനിക്കൊരു ദർശനം ഉണ്ടാവുകയാണ്. ഞാനിങ്ങനെ ഒരു തിയേറ്ററിൻ്റെ ഉള്ളിലാണ്, അമ്മ ഇങ്ങനെ കിടക്കുന്നു. ഒരു ഡോക്ടർ വന്ന് ഒരു സർജറി അമ്മയുടെ കയ്യിൽ ഇങ്ങനെ ഫുള്ള് സർജറിയുടെ എല്ലാ പ്രൊസീജിയറും ഉണ്ട്. ഇങ്ങനെ തുറക്കുന്നു, ക്ലീൻ ചെയ്യുന്നു, സ്റ്റിച്ച് ചെയ്യുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഫ്ലവർ, റെഡ് ഫ്ലവർ ഇങ്ങനെ വന്ന് അമ്മയുടെ ഷോൾഡറിലേക്ക് വന്ന് ഒരു പ്രാവശ്യം ഇങ്ങനെ പൊന്തി താണു പോയിട്ട് അത് അവിടെ തീരുകയാണ്. അപ്പം പെട്ടെന്ന് ഞാൻ ഇത് തെളിഞ്ഞപ്പോൾ ഞാൻ റിട്രീറ്റ് സെൻറ്ററിൽ തന്നെയാണുള്ളത്. ഞാൻ അത്രയും ഞാൻ ലൈവായിട്ട് കണ്ട സർജറിയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നിയതായിരിക്കാം. അപ്പം ആ നെക്സ്റ്റ് ഡേയിൽ ആ ദിവ്യകാരുണ്യം അവിടെ ആ റിട്രീറ്റ് സെൻറ്ററിൽ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ചതിൻ്റെ ആ ഒരു കവറായിട്ട് ഇട്ടിരിക്കുന്ന ഒരു തുണിയിൽ ഞാൻ ആ സ്വപ്നത്തിൽ കണ്ട അതേ ഫ്ലവർ, അതായത് ഒരു നെൽക്കതിര് പോലെയുള്ള ആ ഒരു സാധനം അത് അതേപോലെ അവിടെ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ കണ്ടത് വെറുതെ തോന്നിയതോ ഒന്നുമല്ല, അത് ഈശോ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പം റിട്രീറ്റ് കഴിഞ്ഞ് ഞാൻ അമ്മയോട് ചോദിക്കണം, അമ്മ ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു, ഇങ്ങനെ അമ്മയുടെ കൈ ഒരു ഡോക്ടർ വന്ന് ഇത് ചെയ്യുന്നതൊക്കെ അത് അമ്മയ്ക്ക് വല്ല വ്യത്യാസവും വന്നു. അപ്പം അമ്മ പറഞ്ഞു ഞാൻ പറഞ്ഞു അമ്മ കൈ ഒന്ന് പൊന്തിച്ച് നോക്കി, അതുവരെ പൊങ്ങാത്തായി. പ്രൈസ് ദി ലോർഡ്, അമ്മയുടെ കൈ ആ നിമിഷം സൗഖ്യപ്പെട്ടു. അതായത് പിന്നെ കൈ പൊന്തിക്കാൻ ഒരു വിഷമമില്ലാതെ അമ്മ കൈ പൊന്തിച്ചു. പ്രൈസ് ദി ലോർഡ്. ചേട്ടൻ കേട്ട് വിശ്വസിച്ചു ഈശോയെ കുറിച്ച്, ചേച്ചി കണ്ടു വിശ്വസിച്ചു, അമ്മ അനുഭവിച്ചു ഈശോയെ. ഈശോയുടെ ആ വലിയ സ്നേഹം നമ്മൾ കേൾക്കുന്ന സമയമാണ്. ചേട്ടാ, ഈ ഈശോയെ അനുഭവിച്ചു കഴിഞ്ഞല്ലോ, അതായത് ഭൗതികമായ നന്മകളിലൂടെ ഈശോയെ അറിയാതിരുന്നൊരു വ്യക്തി ഈശോ വെളിപ്പെടുത്തി തന്നു, ഈശോയെ അനുഭവിക്കാനുള്ള അവസരം തന്നു, ഭൗതികമായ ഒരുപാട് നന്മകൾ തന്നു. ഇതിനപ്പുറമാണ് ചേട്ടൻ്റെ ആത്മീയ വളർച്ച എന്ന് എനിക്കറിയാം, അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് എന്തുകൊണ്ടാണ് ഈ അനുഭവിച്ച ഈശോയെ, ഈ ജീവിക്കുന്ന ഈശോയെ എൻ്റെ രോഗികൾക്കും കൂടെ കൊടുക്കണമെന്ന് തോന്നിയത്? ആന്റോണി ചേട്ടൻ്റെ വീട്ടിൽ വന്നാൽ ഓഡിയോ ബൈബിളാണ്, വചനം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചുവരുകളിൽ നോക്കിയാൽ അവിടെ ബൈബിൾ വചനം എഴുതി വെച്ചിരിക്കുകയാണ്. അതിനെല്ലാം ഉപരി ഈശോയെ കൊടുക്കുന്ന ഒരു യൂക്കറിസ്റ്റ് മിനിസ്റ്ററാണ്. അച്ഛനെ വിളിച്ച സമയത്ത് ഹെൽത്തിയാണ്, ഒരു കുഴപ്പമില്ല, 8 years ഓൾഡ് ആണ്. അവർ അച്ഛനും അമ്മയും രണ്ടുപേരും കൂടെ പുറത്ത് പോയിരിക്കുകയായിരുന്നു. ഞാൻ വൈകുന്നേരം വിളിക്കാമെന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. വൈകുന്നേരം ഞാൻ വിളിച്ചപ്പോഴേക്ക് അമ്മ പറഞ്ഞു ഇങ്ങനെ അച്ഛനെ ഇങ്ങനെ ചെറിയ ബുദ്ധിമുട്ടായിട്ട് ഹോസ്പിറ്റലിൽ കാണിച്ചു. രോഗി എൻ്റെ അടുത്ത് വന്നു. ഞാൻ വളരെ ചിരിച്ച് വളരെ സ്നേഹത്തോടു കൂടി ഡ്രസ്സിങ്ങിന് റെഡിയായിട്ട് നിൽക്കുമ്പോൾ ഫസ്റ്റ് എന്നോട് ചോദിച്ച ചോദ്യം, നീ ഡ്രസ്സിങ് ചെയ്യാൻ എക്സ്പേർട്ടാണോ? അതാണ് ആദ്യം എന്നോട് ചോദിച്ചത്. ആ ക്വസ്റ്റ്യനിൽ തന്നെ ഞാൻ ഇറിറ്റേറ്റഡ് ആയി. നമ്മൾ പറയേണ്ടത് പറയുന്നു, ബാക്കി പ്രവർത്തിക്കുന്നത് മുഴുവൻ കർത്താവാണ്. അത് നമ്മുടെ കഴിവല്ല, അത് ഈശോ ആ കാര്യത്തിൽ ഇടപെടുമ്പം ഈശോ ചെയ്തോളും. നമ്മൾ ചെയ്യാനുള്ള കർത്തവ്യം ചെയ്യുക, ബാക്കി ഈശോ ചെയ്തോളും എന്നൊരു വലിയ ബോധ്യം നമുക്കുണ്ടാവണം. ആ മകനോട് ഈശോയെ പറ്റി പറയാൻ അവസാനമായി ദൈവം നിശ്ചയിച്ചിരിക്കുന്ന വ്യക്തി ഞാനാണ്, അത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ അനീതി പ്രവർത്തിക്കുന്നു. മത്തായി 25:40 വചനം പറയുന്നുണ്ട്, ഈ എളിയവരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ നിങ്ങൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും
അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. നിൻ സ്നേഹത്തെ ഞാൻ ആരാഞ്ഞപ്പോൾ നിൻ